എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. നയനയുടെ കള്ളത്തരങ്ങളൊക്കെ ഗൗതം പൊളിച്ചെടുക്കുകയാണ്. കാരണം CCTV ദൃശ്യങ്ങളിൽ നയനെ കൂടെ ഒരു ചെറുപ്പക്കാരനെ കൂടെ കാണിച്ചു കൊടുത്തപ്പോൾ നയനയ്ക്ക് അത് നിഷേധിക്കാനായിട്ട് പറ്റിയില്ല. സുമംഗല ഈ കാഴ്ചകളെ കാണുവാണ്. പിന്നീട് സുമംഗലയോട് ചോദിച്ചു, അപ്പച്ചിക്ക് ഇവനെ അറിയാവുന്ന ചോദിക്കുക. ഇല്ല ഇല്ല ഗൗതം, എനിക്കറിയില്ല എന്ന് പറയാം. രാത്രി 12 മണി കഴിഞ്ഞ സമയത്താണ് ദേ അപ്പച്ചിയുടെ നയന അവനോടൊപ്പം ഇറങ്ങി ചെന്നിരിക്കുന്നത്. രണ്ടുപേരും കൂടെ എന്തോ വലിയ ചർച്ചയിലാന്ന് പറയാം. ഇത് കേട്ടപ്പോ പെട്ടെന്ന് സുമംഗല ചോദിച്ചു, ആരാ നയനെ? ഈ കണ്ട ആരെന്നറിയാം? അയ്യോ അതപ്പച്ചി, അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിന്നോടാ ചോദിച്ച ആരാന്ന്? അപ്പൊ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുക. സത്യം പറ, ആ നിന്റെ കാമുകനാണെന്ന് ചോദിക്കുക. അപ്പച്ചി എന്തൊക്കെ പറയണേ? എന്റെ കാമുകനെ? ഒരിക്കലും അവന്റെ കാമുകനൊന്നും അല്ല. പിന്നെ അവനുമായിട്ട് എന്തായിരുന്നു ഇടപാട്? അല്ല അത് പിന്നെ ഞാന് എന്റെ ഒരു ഫ്രണ്ടാന്ന് പറയണം. ഫ്രണ്ടോ? അപ്പച്ചി അതൊക്കെ ഞാൻ അപ്പച്ചിയോട് പറയാം. അപ്പച്ചി ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞാൽ കയ്യിലും കൂടെ പിടിച്ചു വലിക്കുകയാണ്. ഗൗതം പറഞ്ഞു, അവിടെ നിൽക്കുക, ഈ കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ തന്നിട്ട് നീ പോയാൽ മതി. അതെന്റെ ഒരു ഫ്രണ്ടാ, അവന് എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഓഹോ, രാത്രി 12 മണി കഴിഞ്ഞ സമയത്താണ് അവനെ കാണാൻ പോകുന്നത്. അല്ലാതെ പിന്നെ ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയാ ഞാൻ ആരോടും പറയാതെ രാത്രിയിൽ ഇറങ്ങിപ്പോയത്. ഓ അതെന്താ, ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ നിന്നെ എന്താ ആരെങ്കിലും വെടിവെച്ചു കൊല്ലുമെന്ന് ചോദിക്കുക ഗൗതം. അല്ല അത് പിന്നെ ഗൗതമേട്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് മറുപടി പറയാനെന്ന് അറിയില്ലാതെ ആകെപ്പാടെ ഒരു കുഴങ്ങിയ അവസ്ഥയിലായിരുന്നു നയന. നന്ദയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നന്ദ പറഞ്ഞു, നീ ഇപ്പൊ ഇനി കിടന്ന് ഉരുണ്ട് കളിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെന്ന് പറയണം. അപ്പൊ നീ പെരും കളിയല്ലേ? അപ്പൊ നീ അതിന് പിന്നിലല്ലേ? എന്നിട്ട് അപ്പച്ചിയുടെ സ്വർണം കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുമല്ലേ? ഒരു കാര്യം ചെയ്യാം അപ്പച്ചി, ഇപ്പൊ സ്വർണ്ണം ഒന്നും കൊടുക്കണ്ടെന്ന് പറയാ ഗൗതം. സുമംഗല പറഞ്ഞു, അതെ ഇപ്പോഴെന്താണ് ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. നന്ദ പറഞ്ഞ്, സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പച്ചിയുടെ സ്വർണം എപ്പോ പോയെന്ന് കൂട്ടിയാൽ മതി. ഇവൾക്ക് വേറെ എന്തോ ഡീലിങ്സ് ഒക്കെ ഉണ്ട് അപ്പച്ചി എന്ന് പറയണം. പിന്നീട് സുമംഗല ആ സ്വർണമായിട്ട് മുറിയിലേക്ക് പോവാ. നയന നന്ദേനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഗൗതമം അങ്ങോട്ട് കയറിപ്പോയി. നന്ദയെന്ന് അതിനോട് പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നീ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചിരിക്കുന്നോ? ഇതേ പോലീസ് ഓഫീസറുടെ വീടാ. ഇവിടെ വന്ന് കള്ളത്തരം കാണിച്ചാൽ നിന്റെ കള്ളത്തരം കൈയോടെ ഞങ്ങൾ പിടികൂടും. നിനക്കൊരു ഭാവം ഉണ്ടായിരുന്നു നിന്റെ കള്ളത്തരങ്ങളൊന്നും ആരും പിടിച്ചെടുക്കില്ലെന്ന്. പക്ഷെ ഈ നന്ദയുടെ അടുത്തോ ഗൗതമേന്റെ അടുത്തോ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. എന്നാ നീ കണ്ടോടി നന്ദേ, ഞാൻ ആരാ നിനക്ക് അറിയത്തില്ല, നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം. പിന്നെ നീ ആരാ, നിനി കൂടുതൽ എന്താ അറിയാതിരിക്കുന്നേ? ഇനി എന്തെങ്കിലും ഊടായ്പമായിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചാണ്ടല്ലോ നിന്നെ വെറുതെ വിടത്തില്ല. അത് മാത്രമല്ല, അർജുനെ സ്വന്തമാക്കാന്നുള്ള നിന്റെ മോഹം അതങ്ങോട്ട് മുളയിലേ നുള്ളിയേരെ. അർജുന്റെ ജീവൻ നശിക്കാനായിട്ട് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല. അർജുൻ പാവ, അവനും പിങ്കിയായിട്ട് വേണം ഒന്നിക്കാനായിട്ടെന്ന് പറയാ. പിന്നീട് നന്ദയെ വെല്ലുവിളിച്ചിട്ട് നയനെ അങ്ങോട്ട് പോവാ. ഈ സമയം അർജുൻ കുടിച്ച് ഡ്രസ്സൊക്കെ മാറി വരുവാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇപ്പം അർജുന് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ടേ പിങ്കി കൊടുക്കണം. അപ്പൊ അർജുന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ദോശ ചമ്മന്തിയൊക്കെയാ. അർജുൻ അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് അർജുൻ, കൊള്ളാമോന്ന് ചോദിക്കണം. നല്ലതെന്ന് പറയാ. അല്ല ഞാൻ ഒരു കാര്യം പപ്പായ്ക്ക് കൊടുത്തിട്ട് വരാന്ന് പറയണേ. വേണ്ട ഞാൻ കൊടുത്തോളാന്ന് പറയാം, അവിടെ വെച്ചേരെ ഞാൻ കൊണ്ട് കൊടുത്തോളാന്ന് പറയാം. അത് അർജുന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഞാനൊരു സോൾജിയറാന്നുള്ള കാര്യം മറക്കരുത്, എനിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും അല്ല. പിന്നീട് അർജുൻ ഫുഡ് കഴിച്ചതിന് ശേഷം കൊണ്ടുപോയി പ്രഭുരാമന് കൊടുക്കുകയാണ്. പ്രഭുരാമന് എന്തെന്നില്ലാത്ത സന്തോഷമായി. തന്നെ ഒരു മരുമോന്റെ സ്ഥാനത്ത് നിന്നല്ല ഇവൻ നോക്കിക്കൊണ്ടിരിക്കണേ. കാരണം മകന്റെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തും പ്രഭുരാമന്റെ കണ്ണ് നിറഞ്ഞു വന്നു. പിന്നീട് പ്രഭുരാമൻ പറഞ്ഞു, അതെ നിന്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് ഞാൻ വൈകി, പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തേന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നീ തന്നെയായിരുന്നു ഈ കുടുംബത്തിലേക്ക് എന്റെ മരുമോനായിട്ടല്ല മകനായിട്ട് കടന്നു വരണ്ടേ. ഇപ്പോഴാണ് എനിക്ക് ആ സത്യങ്ങളൊക്കെ മനസ്സിലാന്ന് പറയാം. വീണ്ടും അങ്കിള് ഓരോ സെന്റിമെന്റ്സ് ഒക്കെ വർക്കാക്കാൻ തുടങ്ങി. അതിന്റെ ഒന്നും കാര്യമില്ല, എന്റെ കടമ, ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ, ഇതിൽ കൂടുതലൊന്നും കാണണ്ടെന്ന് പറയണം. അങ്ങനെ ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം അർജുൻ അങ്ങോട്ട് വരും. പറഞ്ഞു പിങ്കി പറഞ്ഞു, അർജുൻ കിടക്കാനായിട്ട് ഞാൻ അവിടെ ബെഡ് ഒരുക്കിയിട്ടുണ്ട്, മുറി കിടന്നോളാൻ പറയണം. അർജുൻ പറഞ്ഞു, അത് വേണ്ട, ഞാൻ അങ്കിള് കിടക്കുന്ന മുറി കിടന്നോളാം, അവിടെ ഒരു ബെഡ്ഷീറ്റും തലവണ എന്തെങ്കിലും തന്നാൽ മതി, ഒരു പാ തന്നാലും മതി, ഞാൻ അവിടെ കിടന്നോളാന്ന് പറയേ. അത് വേണ്ട. അതെന്താ കുഴപ്പം? അങ്കിളിന് രാത്രി എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആള് വേണ്ട അടുത്ത്. ഒരു കാര്യം ചെയ്യാം, പിങ്കി പോയി കിടന്നോളാൻ പറയണം. പക്ഷെ പിങ്കിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാ. പിങ്കി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞാൻ പപ്പായുടെ അടുത്ത് ഇരുന്നോളാം, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അർജുനെ വിളിച്ചോളാന്ന് പറയാണ്. അർജുൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നീട് പിങ്കി ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാ അർജുനോട് ദേഷ്യം തോന്നുമെന്ന് ചോദിക്കാം. എന്താ? ഞാൻ കാരണം അർജുന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലേ?
അർജുൻ അറിയാവോ, എൻ്റെ മനസ്സിൽ മുമ്പ് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു പക്ഷെ കിട്ടാത്ത സ്നേഹത്തിന് പുറകെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. അർജുൻ്റെ മനസ്സ് എന്താന്ന് കണ്ടെത്താൻ പോലും ഞാൻ ശ്രമിച്ചില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല എന്ന് പറയാം. ഇത് കേട്ടതും അർജുൻ പെട്ടെന്ന് ചോദിച്ചു, എന്താ നീ പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടുന്ന് പോരുന്ന സമയത്ത് ഞാൻ മാറാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സമ്മതത്തോടു കൂടിയിട്ടല്ല പപ്പ ആ താലി വലിച്ചു പൊട്ടിച്ചേ. എനിക്ക് ആ താലി വലിച്ചു പൊട്ടിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. അർജുൻ എൻ്റെ മനസ്സിൻ്റെ കോളിൽ എവിടെയോ കയറിയിട്ടുണ്ടായിരുന്നു. അതെനിക്കിനി എങ്ങനെ തുറന്നു പറയണമെന്ന് അറിയില്ല. ഇപ്പൊ പക്ഷെ ഞാനൊരു കാര്യം പറയാം. അർജുൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു പോലും എനിക്കറിയില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലായിരുന്നു. കൃത്യസമയത്ത് തന്നെ അർജുൻ വന്നേ. ഒരു പക്ഷെ ദൈവമായിട്ട് കൊണ്ടുവന്നായിരിക്കും എൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എത്രമാത്രം വലിയ തെറ്റ് അർജുനോട് ചെയ്തെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന അർജുനോടല്ല ഞാൻ ആ പാപമൊക്കെ ചെയ്തേ. ഇനി ഒരിക്കലും അർജുൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കടന്നു വരാനുള്ള യോഗ്യത പോലും ഇല്ല. കാരണം ഞാൻ അതുപോലത്തെ തെറ്റല്ലേ ചെയ്തേ. അർജുൻ ഒരു കാര്യം ചെയ്യാം, അർജുൻ പോയിക്കോ അവിടുന്ന്, ഇനി ഇവിടെ നിൽക്കേണ്ടെന്ന് പറയണം. ഇത് കേട്ടോ അർജുൻ പറഞ്ഞു, പിങ്കി നീ എന്നെക്കുറിച്ച് അങ്ങനെയാണ് കരുതിയിരിക്കുകയെന്ന് ചോദിക്കാം. അല്ല പിന്നെ, അല്ല ഞാൻ എന്താ പറയണ്ടേ? അർജുൻ്റെ സ്നേഹത്തിനുള്ള യോഗ്യത അർഹതയൊന്നും എനിക്കില്ല. അർജുന് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറ്റപ്പെടുത്തി അകറ്റി നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അർജുൻ്റെ കാര്യങ്ങൾ നോക്കുവോ അല്ലെങ്കിൽ അർജുനെ കുറിച്ചുള്ള ചിന്ത പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാനെന്ന അഹങ്കാരം, എൻ്റെ മനസ്സിൽ ചില സങ്കല്പങ്ങൾ, സ്വപ്നങ്ങൾ, അതിൻ്റെ പിന്നാലെ പായുന്ന ഒരു ഞാനായിരുന്നു, വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ സ്വപ്നങ്ങൾ അതും എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം. മറ്റുള്ളവരുടെ സ്വപ്നത്തിന് ഞാൻ ഒരു വിലയും കൊടുത്തില്ല, പ്രത്യേകിച്ച് അർജുൻ്റെ സ്വപ്നത്തിന്. അർജുന് അത്രമാത്രം എന്നെ സ്നേഹിച്ച് എന്നെ വിവാഹം കഴിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരല്ല, നമ്മളെ സ്നേഹിക്കുന്നവരാ നമ്മൾ സ്നേഹിക്കണ്ടേ. ആ സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കിയപ്പോഴത്തേനും വൈകിപ്പോയില്ലേ. അർജുൻ്റെ വിവാഹം ഉറപ്പിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. സാരമില്ല, അർജുന് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ. ഇനിയാണെങ്കിൽ സമയമൊന്നും വൈകിട്ടില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പം അർജുൻ പറഞ്ഞു, പിങ്കി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ വേറൊരു വിവാഹം കഴിക്കാനാ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തായെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അല്ല ഞാൻ അറിഞ്ഞില്ല അർജുൻ്റെ വിവാഹം ഉറപ്പിച്ചു, നയനെ ആയിട്ടെന്ന് പറയാണ്. നയനയുമായിട്ടോ? നീ എന്താ, ഞാൻ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. പിന്നെ എങ്ങനെയാ? അതിന് എൻ്റെ സമ്മതം വേണ്ടേ അവളുമായിട്ട് കല്യാണം നടക്കാനായിട്ട്? അപ്പൊ അർജുൻ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവളെ ഒന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതൊരാൾ മാത്രമായിരിക്കും. ഞാൻ അവളുടെ കഴുത്തിലെ താലി ആർത്തിയത്. അതാ എൻ്റെ മുന്നേ നിൽക്കുന്ന നീയാ. നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഈ പെണ്ണിനെ ഉണ്ടാകാനും പോകുന്നില്ല. ഇനിയിപ്പം നിനക്ക് എന്നെ വേണ്ടെങ്കിൽ ഇട്ടിട്ട് പോവാം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് വേറൊരു പെൺകുട്ടി വരത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിങ്കി ഓടി അങ്ങോട്ട് ചെന്ന അർജുൻ്റെ നെഞ്ചിലേക്ക് അങ്ങോട്ട് വീഴുവാണ് കരഞ്ഞുകൊണ്ട്. അർജുന് പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. അർജുൻ പിങ്കിയെ ചേർത്ത് നിർത്തുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നാവാണ്. കുറെ കാലത്തിന് ശേഷം, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. 1 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പിങ്കി പോയി അർജുനെ കെട്ടിപ്പിടിക്കുന്നത്. കാരണം പിങ്കിയുടെ മനസ്സിലിപ്പോൾ അർജുനാണ്. നേരത്തെ ഗൗതം നിറഞ്ഞു നിൽക്കുമായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അർജുനാണ്. അർജുനുമായിട്ട് ഒന്നിച്ചുള്ളൊരു ജീവിത സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നാകുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ വലിയൊരു തന്ത്രം തന്നെ നയനെ ഇറക്കുന്നുണ്ട്. നയനയ്ക്ക് എങ്കിലേലോ സ്വർണം മേടിച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നേരെ സുമംഗലയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. സുമംഗലയുടെ എന്നിട്ട് പറഞ്ഞു, അപ്പച്ചി അതെ എൻ്റെ കാര്യം അറിയാലോ, എനിക്ക് വേറെ ആരുമായിട്ടൊരു ബന്ധമില്ല. അതെ അപ്പച്ചിയാണ് സത്യം, എൻ്റെ മനസ്സിൽ അർജുൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഇത് കേട്ട സുമംഗല പറഞ്ഞു, അതെനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നീ വേറൊരു ചെറുപ്പക്കാരനുമായിട്ടല്ലേ? അയ്യോ സത്യമായിട്ടും അവൻ എൻ്റെ ആരുമല്ല. അവൻ എന്നോട് സഹായം ചോദിച്ചു വന്നാ. ഞങ്ങളൊരു വലിയൊരു പ്രതിസന്ധി കടക്കണിപ്പെട്ടിരിക്കുക. അവൻ എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ വീട്ടിലറിയാതെ ഞാൻ ചില പരിപാടികളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടായിരുന്നു, ചില കുടുക്കിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സ്വർണം എങ്ങനെയെങ്കിലും കിട്ടണം. ആ സ്വർണം കിട്ടിയാൽ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതം നിലനിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ വീട്ടിൽ ഈ കല്യാണക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ആ സ്വർണം എങ്ങനെയെങ്കിലും അപ്പച്ചി തരണം എന്ന് പറയാണ്. ഇത് കേട്ട് സുമംഗല ചോദിച്ചു, നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക. സ്വർണം തരാനോ? അതേ അപ്പച്ചി, അർജുനുമായിട്ടുള്ള വിവാഹം നടക്കണമെങ്കിൽ എനിക്ക് ആ സ്വർണം കിട്ടിയാൽ മതിയാവുള്ളൂ പറയാം. അപ്പച്ചിക്ക് എന്നെ വിശ്വസിക്കാം, ആ സ്വർണം ഞാൻ എങ്ങനെയും തിരിച്ചെടുത്ത് തന്നോളാം. പക്ഷെ ഇപ്പൊ എനിക്ക് എൻ്റെ പിടിച്ചെടുപ്പിന് വേണ്ടിയിട്ട് അപ്പച്ചി ആ സ്വർണം തന്നെന്ന് പറയാം. പിന്നീട് സുമംഗല നയനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കേണ്ടവളല്ലേ? നിന്റെ അപ്പച്ചിയല്ലേ ഞാൻ. നീ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ സഹായിക്കേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ട് നീ പേടിക്കണ്ട. നിനക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ സ്വർണം തരുമെന്ന് പറയാം. ഇത് കേട്ട നയന
കെട്ടിപ്പിടിക്കുകയാണ് സുമംഗലേനെ. എന്നിട്ട് മനസ്സിൽ പറയാ, ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നേന്ന്. അപ്പൊ അങ്ങനെ സുമംഗലേനെ വീഴിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ വലിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് താൻ എന്തോ വലിയൊരു കടക്കണി പെട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് ആ സ്വർണം വാങ്ങിച്ചെടുക്കാൻ തുടങ്ങുന്നത്. ഇനിയിപ്പോ എന്തായി തീരും എങ്ങനെ തീരും എന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.